നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് എല്ലാ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസും നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റില്ല. അതിലുള്ള ഒരു ന്യൂ മെത്തേഡാണ് നമ്മളിപ്പോൾ ODE എന്ന പേപ്പറിലൂടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മെത്തേഡാണ് പവർ സീരീസ് മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷെ പവർ സീരീസ് മെത്തേഡ് തന്നെ ഡിഫറൻഷ്യലിക്കേഷന്റെ റെഗുലർ പോയിന്റ്സ് ആണെങ്കിൽ മാത്രമേ പവർ സീരീസ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പിന്നെ നമുക്ക് മനസ്സിലായി. ദെൻ റെഗുലർ അല്ലാത്ത സിംഗുലർ പോയിന്റ്സിന് നമ്മൾ സിംഗുലർ പോയിന്റ്സ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് P of X ഉം Q of X ഓ ഏതെങ്കിലും ഒന്ന് അനലിറ്റിക് അല്ലാത്ത പോയിന്റ്സിനെ നമ്മൾ സിംഗുലർ പോയിന്റ്സ് ആണ് വിളിക്കുക. സിംഗുലർ പോയിന്റ്സിനെ നമ്മൾ രണ്ടാക്കി തിരിച്ചു. അതിനുശേഷം റെഗുലർ സിംഗുലർ പോയിന്റ്സും ഇറഗുലർ സിംഗുലർ പോയിന്റ്സും. റെഗുലർ സിംഗുലർ പോയിന്റ്സിൽ പവർ സീരീസ് മെത്തേഡ് പവർ സീരീസ് സൊല്യൂഷൻ കാണുന്ന മെത്തേഡാണ് ഫൊബേനിയസ് സീരീസ് മെത്തേഡ് എന്ന പേരിൽ നമ്മൾ ചെയ്തത്. ഇത്രയാണ് നമ്മളിപ്പോൾ ചെയ്തു നിൽക്കുന്നത്. അതിൽ തന്നെ നമ്മൾ അവസാന സെക്ഷനിൽ പഠിച്ചത് ഫൊബേനിയസ് സീരീസ് കാണുന്ന സമയത്ത് നമ്മൾ ഒരു ഇൻഡീഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ഒരു എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നുണ്ട്. സോ ആ ഇൻഡീഷ്യൽ ഇക്വേഷന് ഒരു റൂട്ട് മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ റിപ്പീറ്റഡ് റൂട്ട്സ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഒരു ഫൊബേനിയസ് സീരീസ് സൊല്യൂഷൻ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സെക്കൻഡ് സൊല്യൂഷൻ, ഒരു ഇൻഡിപെൻഡന്റ് സെക്കൻഡ് സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താം എന്നുള്ള ഒരു മെത്തേഡാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നിയേക്കാം എന്തിനാണ് ഇപ്പൊ പുതിയൊരു മെത്തേഡ്, ഇപ്പൊ നമ്മൾ പഠിച്ച മെത്തേഡ് വെച്ച് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ പഠിച്ച ടൈപ്പ് ഇക്വേഷൻസ് തന്നെയാണെങ്കിലും ഒരു പ്രത്യേക ഫോർമാറ്റിൽ നിൽക്കുന്ന ഈ ഒരു പ്രത്യേക ഫോമിൽ എഴുതാൻ പറ്റുന്ന ഇക്വേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോസ് ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ. ഗോസ് ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് സെക്ഷനിൽ പഠിച്ച സെയിം ടൈപ്പ് ഒരു ഇക്വേഷൻ ആണ്. അതിൽ സിംഗുലർ പോയിന്റ്സിൽ അല്ലെങ്കിൽ റെഗുലർ സിംഗുലർ പോയിന്റ്സ് കണ്ടെത്തിയിട്ട് അതിൽ ഫൊബേനിയസ് സീരീസ് സൊല്യൂഷൻ ആണ് നമ്മൾ ഇവിടെ ആക്ച്വലി കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അങ്ങനെയുള്ള എക്സ്പ്രഷൻ ഫൈനൽ സൊല്യൂഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സൊല്യൂഷന് നമ്മളൊരു പ്രത്യേക ഫോർമാറ്റിൽ എഴുതിയിട്ട് സൊല്യൂഷൻ എഴുതാറുണ്ട്. സോ ഇതുപോലെയുള്ള മറ്റ് ഇക്വേഷൻസ് തന്നാൽ, അതായത് ഹൈപ്പർ ജോമെട്രിക് ആയിട്ടുള്ള ഇക്വേഷൻസ്, ഫോർ എക്സാമ്പിൾ x into 1 minus x y double dash plus some 1 minus 2x y dash minus y equal to 0. ഈ എഴുതിയിരിക്കുന്നത് ഒരു ഗോസ് ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ ആണ്. ഇവിടെ സിക്ക് പകരം 1 ആണ്, a plus b plus 1 എന്നുള്ളതിന് പകരം ഇവിടെ 2 ആണ്, മൈനസ് എ ബിക്ക് പകരം ഇവിടെ -1 ആണ്. സോ ദിസ് ഇസ് എ ഗോസ് ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ. സോ ഇത്തരത്തിലുള്ള ഇക്വേഷൻസിന് കോമൺ ആയിട്ട് നമ്മളൊരു ഫോർമുല പോലെ ഒരു സൊല്യൂഷൻ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സ് മുഴുവൻ ഒഴിവാക്കി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ABC എന്താണെന്ന് കണ്ടുപിടിച്ച് പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഡിഫറൻഷ്യലിക്കേഷന്റെ സൊല്യൂഷൻ എഴുതാൻ പറ്റും. ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ, അല്ലെങ്കിൽ ഒരു ഫോർമുലയാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്തെടുക്കാൻ പോകുന്നത്. ആൻഡ് ദ സെക്ഷൻ ഇസ് ഗോസ് ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ജസ്റ്റ് ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ്. സോ ഇക്വേഷൻ ഇതാണ്, x into 1 minus x y double dash plus, ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ഇക്വേഷൻ ആണ്, c minus of a plus b plus 1 x into y dash minus ab y equal to 0. സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ y ഡബിൾ ഡാഷിന്റെ കോയിഫിഷ്യന്റ് 1 ആക്കി മാറ്റണം. So we have to divide this whole equation by x into 1 minus x. Okay, so we divide the equation by x into 1 minus x. Then what will be p of x? P of x is a coefficient of y dash. That will become c minus of a plus b plus 1 into x whole divided by x into 1 minus x. And q of x becomes minus ab divided by x into 1 minus x. Okay, so p of x and q of x കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി they are not analytic at x equal to 0 and x equal to 1. So the only singular points are x equal to 0 and x equal to 1. Okay, so singular points in a solution, Frobenius series solution ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. Frobenius series solution കണ്ടുപിടിക്കണമെങ്കിൽ ഈ സിംഗുലർ പോയിന്റ് റെഗുലർ ആണോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. So we have to find x into p of x and x square q of x. What will be x into p of x? ഈ കാണുന്ന എക്സ്പ്രഷന് into x ചെയ്തു. അപ്പൊ ഈ ഡിനോമിനേറ്റർ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയി. പക്ഷെ ഈ കാണുന്ന എക്സ്പ്രഷൻ x ഈക്വൽ ടു 0 എന്ന പോയിന്റ് ആണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ഇതൊന്ന് ഒന്ന് മാറ്റി എഴുതാൻ മാത്രമേ ചെയ്തുള്ളൂ. ഇത് അനലിറ്റിക് ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. സോ c മൈനസ് ഓഫ് a പ്ലസ് b പ്ലസ് 1 ഇൻറ്റു എക്സ്, ആ ടേമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു മൈനസ് 1ന്റെ എക്സ്പാൻഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. വി ഹാവ് ദ എക്സ്പാൻഷൻ 1 മൈനസ് എക്സ് റേസ് ടു മൈനസ് 1 ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര. ഓക്കെ, ബൈനോമിയൽ സീരീസ് എക്സ്പാൻഷൻ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. സോ ആ ഒരു എക്സ്പ്രഷൻ ആണ് ഇവിടെ എഴുതിയത്. ദെൻ യു മൾട്ടിപ്ലൈ ദ ടേംസ്. ചില ടേംസ് മാത്രം നമ്മൾ മൾട്ടിപ്ലൈ ആണ്. കോൺസ്റ്റന്റ് ടേം ഇവിടെ ആകെ വരുന്നത് c ഇൻറ്റു 1 എന്ന് പറഞ്ഞൊരു ടേം മാത്രമാണ്. ആ ടേമിനെ നമ്മൾ സെപ്പറേറ്റ് വെച്ചു, c ഇൻറ്റു 1. ഓക്കെ, പ്ലസ് നൗ വി ഹാവ് ഈ മൊത്തം ടേം എഴുതാണ് c മൈനസ് ഓഫ് a പ്ലസ് b പ്ലസ് 1 ഇൻറ്റു എക്സ്. ഓക്കെ,
C minus of a plus b plus 1 x into 1. ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് ഈ സീരീസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്തുള്ള ആദ്യത്തെ 2 ടേംസ് മാത്രം നമ്മളിവിടെ എഴുതിയെന്നുള്ളൂ. Okay, clearly this one is analytic at x equal to 0. X equal to 0 ആകുമ്പോൾ ഇവിടെ C എന്ന ആൻസർ ലഭിക്കും. It is analytic. Now we have to find x square into q of x. So we have here minus ab by x into 1 minus x into x square ആണ്. So we have minus abx by 1 minus x. ഒരു x cancel ചെയ്തു പോയി. We will get the term like this. So it is again equal to minus abx into 1 minus x raised to minus 1 നെ നമ്മൾ 1 plus x square plus etc എന്ന് എഴുതുന്നു. Again bracket remove ചെയ്തിട്ട് ആദ്യത്തെ 2 ടേംസ് എഴുതി minus abx minus ab x square. Okay, again this is also analytic at x equal to 0. So both xp of x and x square q of x are analytic at x equal to 0. If x equal to 0 is a regular singular point. Okay, now we have to find the initial equation of the differential equation. So equation la oru substitution ullada m into m minus 1 plus m p naught plus q naught equal to 0 എന്ന് എഴുതി. അതിൽ p naught എന്ന് പറയുന്നത് x into p of x ന്റെ കോഎഫിഷ്യന്റ് ഒക്കെ x into p of x എഴുതി കഴിഞ്ഞാൽ അതിലെ കോൺസ്റ്റന്റ് ടേം ഏതാണോ അതാണ് p naught എന്ന് എഴുതി. x square q of x ലെ കോൺസ്റ്റന്റ് ടേം ഏതാണോ അതാണ് q naught എന്ന് എഴുതി. അതായത് ഇനീഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ശരിക്കും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. നമ്മളിവിടെ x into p of x ഉം x square q of x ഉം ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. x into p of x ലെ കോൺസ്റ്റന്റ് ടേം c ആണ്. x square q of x ലെ കോൺസ്റ്റന്റ് ടേം 0 ആണ്. ഓക്കെ നമ്മൾ മുമ്പ് ചെയ്തൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരു y ഡബിൾ ഡാഷ് plus 2y dash plus y equal to 0. So ഈ ഇക്വേഷൻ നമ്മൾ ആദ്യം 4x കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ എഴുതാം. y ഡബിൾ ഡാഷ് പ്ലസ് 1 by 2x y dash പ്ലസ് 1 by 4x y equal to 0 എന്ന് നമ്മൾ എഴുതും. അതിനുശേഷം നമ്മൾ സാധാരണഗതിയിൽ സൊല്യൂഷൻ ഒക്കെ കാണാറുണ്ട്. ഇവിടെ എക്സ് ഇൻറ്റു പി ഓഫ് എക്സും എക്സ് സ്ക്വയർ ക്യൂ ഓഫ് എക്സും നമുക്ക് അനലിറ്റിക് ആണ് എന്ന് കാണിച്ച ശേഷമാണ് നമ്മൾ ഫൊബീനി സീരീസ് സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് എക്സ് ഈക്വൽ ടു 0. സോ ഇവിടെ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എക്സ് ഇൻറ്റു 1/2x ദാറ്റ്സ് ഈക്വൽ ടു 1/2 ആണ്. 1/2 ഒരു കോൺസ്റ്റന്റ് ടേം ആണ് ലഭിച്ചത്, സീരീസ് ഒന്നുമല്ല. എക്സ് സ്ക്വയർ ക്യൂ ഓഫ് എക്സ് ചെയ്താൽ ലഭിക്കുക എക്സ് സ്ക്വയർ ഇൻറ്റു 1/4x ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു x/4 isn't it? സോ ഇതിൽ കോൺസ്റ്റന്റ് ടേം വരുന്നില്ല, അതായത് എക്സ് സ്ക്വയർ ക്യൂ ഓഫ് എക്സിൽ എക്സ് ഉൾപ്പെടുന്ന ടേം തൊട്ടിട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മളെ മുമ്പ് പറഞ്ഞ ഇക്വേഷൻ എന്താന്ന് നോക്കാം. അവർ പറഞ്ഞത് എം ഇൻറ്റു എം മൈനസ് 1 പ്ലസ് എം ഇൻറ്റു പി നോട്ട് പ്ലസ് ക്യൂ നോട്ട് ഈക്വൽ ടു 0. അതായത് ഇവിടെ എം ഇൻറ്റു എം മൈനസ് 1 പ്ലസ് എം ഇൻറ്റു പി നോട്ട് എന്ന് പറയുന്നത് എക്സ് പി ഓഫ് എക്സിലുള്ള കോൺസ്റ്റന്റ് ടേം ഏതാണോ അതാണ്. ഓക്കെ, so here the constant term is 1/2. അവിടെ 1/2 മാത്രമേ ഉള്ളൂ. So we have 1/2 m plus q naught എന്ന് പറയുന്നത് x square q of x ഉള്ള കോൺസ്റ്റന്റ് ടേം ആണ്, അതില്ല, that's equal to 0. Okay, so the equation becomes m into m minus 1 plus half m equal to 0. So നമുക്ക് m കോമൺ ഫാക്ടർ ആയിട്ട് പുറത്തെടുക്കാം. m minus 1 plus 1/2 equal to 0 എന്ന് ലഭിക്കും. അതായത് m നമുക്ക് 0യും എത്ര ലഭിക്കും, മൈനസ് ഹാഫ് ലഭിക്കും. നിങ്ങൾ ആ പ്രോബ്ലം ചെയ്ത് എടുത്തു വെക്കാൻ നിങ്ങൾക്ക് കാണാം. നമുക്ക് ഇനീഷ്യൽ ഇക്വേഷൻ ആയിട്ട് ഇതേ ഇക്വേഷൻ ആണ് ലഭിച്ചത്, അതിന്റെ റൂട്ട്സ് ഇത് തന്നെയാണ് ലഭിച്ചത്. ഓക്കെ, സോ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇനീഷ്യൽ ഇക്വേഷൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഈ വിധത്തിൽ എം ഇൻറ്റു എം മൈനസ് 1 പ്ലസ് എം പി നോട്ട് പ്ലസ് ക്യൂ നോട്ട് ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. സോ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ കാണുന്ന ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ ഇനീഷ്യൽ ഇക്വേഷൻ എഴുതി വെച്ചു, അതിന്റെ റൂട്ട്സ് എഴുതി വെച്ചു. ഇനീഷ്യൽ ഇക്വേഷൻ ഈ ഫോമിൽ ഉപയോഗിച്ച് കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം, പി നോട്ടും ക്യൂ നോട്ടും വേണം. പി നോട്ട് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു പി ഓഫ് എക്സിലെ കോൺസ്റ്റന്റ് ടേം ആണ്. ക്യൂ നോട്ട് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ക്യൂ ഓഫ് എക്സിലെ കോൺസ്റ്റന്റ് ടേം ആണ്. ആ കോൺസ്റ്റന്റ് ടേം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എക്സ് പി ഓഫ് എക്സും എക്സ് സ്ക്വയർ ക്യൂ ഓഫ് എക്സും ഈ ഫോമിൽ തന്നെ എഴുതി വെച്ചത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ കോൺസ്റ്റന്റ് ടേം സി ആണ്, ഇവിടെ കോൺസ്റ്റന്റ് ടേം 0 ആണ്. ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോമിൽ ഇവിടെ എഴുതിയത്. ഓക്കെ, സോ ഇനീഷ്യൽ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു, അതിന്റെ റൂട്ട്സ് കണ്ടുപിടിച്ചു. എം ഈക്വൽ 0യും 1 മൈനസ് സി ലഭിച്ചു. നൗ നമുക്ക് ഫൊബേനിയസ് സീരീസ് സൊല്യൂഷൻ, 2 ഡിഫറെന്റ് ഫൊബേനിയസ് സീരീസ് സൊല്യൂഷൻസ് ഉണ്ടാവണമെങ്കിൽ ഈ കാണുന്ന ഇനീഷ്യൽ ഇക്വേഷൻസിന്റെ റൂട്ട്സിന്റെ ഡിഫറൻസ്, ഇത് m1 ആണ്, ഇത് m2 ആണ്. m1 മൈനസ് m2 ഒരു പോസിറ്റീവ് ഇൻഡിജർ ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫൊബേനിയസ് സീരീസ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. m റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിലും എല്ലാ m1 പ്ലസ് m2 ഒരു കോൺസ്റ്റന്റ് നമ്പർ ആണ് വരുന്നതെങ്കിലും, കോൺസ്റ്റന്റ് പോസിറ്റീവ് ഇൻഡിജർ ലഭിക്കുകയാണെങ്കിലും നമുക്ക് സെക്കൻഡ് ഫൊബേനിയസ് സീരീസ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഏത് കേസിലാണ് നമുക്ക് സെക്കൻഡ് ഫൊബേനിയസ് സീരീസ് സൊല്യൂഷനും കൂടെ കണ്ടുപിടിക്കാൻ പറ്റുക?
C not equal to 0 or a negative integer, then M2 equal to 1 minus C guarantees a second independent solution. സോ സി നോട്ട് ഈക്വൽ 0 ആണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു നെഗറ്റീവ് ഇന്റിജർ ആണെങ്കിൽ നമുക്ക് രണ്ടാമതുള്ള ഒരു സെക്കൻഡ് ഫ്രോബേനിയസ് സീരീസ് സൊല്യൂഷനോട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കണ്ടുപിടിക്കാനാവും. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എം ഈക്വൽ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷനും നമുക്ക് കണ്ടുപിടിക്കണം, എം ഈക്വൽ ടു 1 മൈനസ് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷനും കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ട്രൈ ഫോർ ദ സൊല്യൂഷൻ ഫോർ എം ഈക്വൽ ടു 0. എം ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് നമ്മളിവിടെ ഞാൻ പറഞ്ഞു ആ ഇക്വേഷൻ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് തുടക്കത്തിലെ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാതെ എം ആദ്യം കണ്ടുപിടിച്ച് എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശേഷമുള്ള ഇക്വേഷൻ ആണ് നമ്മളിവിടെ എഴുതുന്നത്. നമ്മൾ ഫ്രോബേനിയസ് സീരീസ് സൊല്യൂഷൻ ജനറൽ ആയിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി y ഈക്വൽ ടു എക്സ് റേസ് ടു എം ഇൻറ്റു സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ എക്സ് ടു ദ പവർ എൻ എന്നാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കാണുന്നത് എം ഈക്വൽ 0ക്ക് കറസ്പോണ്ടിങ് ആയുള്ള സൊല്യൂഷൻ ആണ്. ഇപ്പോൾ സൊല്യൂഷൻ ഇസ് എക്സ് റേസ് ടു 0 ഇൻറ്റു സിഗ്മ എൻ ഈക്വൽ 0 ടു ഇൻഫിനിറ്റി എ എൻ എക്സ് ടു ദ പവർ എൻ, ദാറ്റ് ഇസ് റിട്ടേൺ ഹിയർ. എക്സ് റേസ് 0 1 ആണ്. സോ നമ്മൾ സാധാരണ പവർ സീരീസ് സൊല്യൂഷൻ പോലെ ഇത് എക്സ്പാൻഡ് ചെയ്തു, വൈ ഡാഷ് എഴുതി വെച്ചു, വൈ ഡബിൾ ഡാഷ് എഴുതി. ഇനി നമുക്ക് ഒറിജിനൽ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ അവർ ഇക്വേഷൻ വാസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് വൈ ഡബിൾ ഡാഷ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, പ്ലസ് സി മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് 1 എക്സ് ഇൻറ്റു വൈ ആണ് ഇവിടെ എഴുതിയത്, മൈനസ് എ ബി വൈ ഡാഷ് ആണ് ഇവിടെ എഴുതിയത്, മൈനസ് എ ബി വൈ ആണ് എഴുതിയത് ഈക്വൽ ടു 0. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജനറൽ ആയിട്ട് എക്സ് റേസ് ടു എന്നിന്റെ കോയിഫിഷ്യന്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണ്. സോ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇത്തരത്തിൽ ഒരു റെക്കറൻസ് റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇക്വേഷൻസ് ഓരോന്നോരോന്നും നമ്മൾ സെപ്പറേറ്റ് എഴുതേണ്ടി വരില്ല. സോ എക്സ് റേസ് ടു എന്നിന്റെ കോയിഫിഷ്യന്റ് കാണാൻ ശ്രമിക്കാം. വരുന്നത് എ എൻ പ്ലസ് 1 വരുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് 1 ആ ടേമും എഴുതി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഇൻറ്റു എ എൻ പ്ലസ് 1 എഴുതാം. ദിസ് ഈക്വൽ ടു ഇനി നമ്മൾ എ എൻ വരുന്ന ടേംസ് എല്ലാം കൂടെ റൈറ്റ് സൈഡിലേക്ക് എഴുതാൻ പോവാണ്. സോ എ എൻ വരുന്ന ടേംസ് ഇവിടെ നെഗറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, ഇതും നെഗറ്റീവ് ആണ്. ഒക്കെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എല്ലാം പോസിറ്റീവ് ആയിട്ട് മാറും. സോ വി ഹാവ് ഈ ടേം ആണ് ആദ്യം എഴുതിയിരിക്കുന്നത്, എ പ്ലസ് ബി പ്ലസ് 1 ഇൻറ്റു എൻ. നൗ വി ഹാവ് പ്ലസ് എ ബി എ എൻ പ്ലസ് എൻ ഇൻറ്റു എൻ മൈനസ് 1 എ എൻ. ഓക്കെ, എല്ലാം കൂടെ എ എൻ വരുന്ന ടേംസ് എല്ലാം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുത്തു. സോ വാട്ട് വിൽ ബി എ എൻ പ്ലസ് 1? എ എൻ പ്ലസ് 1 ബിക്കംസ് ദിസ് എക്സ്പ്രഷൻ ഡിവൈഡഡ് ബൈ n plus 1 into c plus n. ഇത് സോൾവ് ചെയ്തതാണ്. സോ വി ഹാവ് ഇത് സോൾവ് ചെയ്യുന്ന വേണമെങ്കിൽ സൈഡിൽ എഴുതി വെക്കുക അതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നല്ല, പിന്നീട് നോക്കുമ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് എങ്ങനെ വന്നു എന്ന് ആലോചിക്കരുത്. എ എൻ പ്ലസ് 1 ഈക്വൽ ടു ആക്ച്വലി എ പ്ലസ് ബി പ്ലസ് 1 ഇൻറ്റു എൻ പ്ലസ് എ ബി പ്ലസ് എൻ ഇൻറ്റു എൻ മൈനസ് 1 the whole divided by n into n plus 1 plus c into n plus 1. Okay, the whole into an. ഇതാണ് നമ്മുടെ കയ്യിലുള്ള എക്സ്പ്രഷൻ. ഇവിടെ ഡിനോമിനേറ്റർ നോക്കി കഴിഞ്ഞാൽ n പ്ലസ് 1 ഒരു കോമൺ ഫാക്ടർ ആയിട്ട് കാണുന്നുണ്ട്. സോ ഡിനോമിനേറ്റർ നമുക്ക് പെട്ടെന്ന് എഴുതാം. ദിസ് ഇസ് n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 1 ഇസ് എ കോമൺ ഫാക്ടർ c പ്ലസ് n അല്ലെങ്കിൽ n പ്ലസ് c. അതാണ് ഡിനോമിനേറ്റർ വരുന്നത്. ന്യൂമറേറ്റർ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണം. മൊത്തം അങ്ങോട്ട് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക. സോ വി ഹാവ് an plus bn plus n plus a plus b plus n square minus n. Okay, into an. ഇങ്ങനെയാണ് എക്സ്പ്രഷൻ വരുന്നത്. സോ n and minus n cancels here and what remains is an plus bn plus an plus n square എന്നാണ് വരുന്നത്. So this can be written as a plus n into b plus n divided by n plus 1 into c plus n bn an. ഓക്കെ, അത്രയും ചെയ്തിട്ടാണ് ഈ കാണുന്ന എ എൻ പ്ലസ് 1 ഇതുപോലൊരു എക്സ്പ്രഷനിലേക്ക് നമ്മൾ എത്തുന്നത്. സോ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സീരീസ് സൊല്യൂഷൻസിന്റെ കോയിഫിഷ്യൻസ് എല്ലാം തന്നെ കണ്ടുപിടിക്കാം. എ നോട്ടിന് 1 കൊടുത്തു എന്ന് വിചാരിക്കാം. എ നോട്ടിന് നമ്മൾ ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കുഴപ്പമില്ല. എ നോട്ട് നോട്ട് ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ അസംഷൻ. സോ വി അസ്യൂം ദാറ്റ് എ നോട്ട് ഈക്വൽ ടു 1. ഓക്കെ, സോ വാട്ട് വിൽ ബി A1? എന്നിന് 1 കൊടുത്തു നോക്കൂ. എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് എ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എന്നിന് 0 ആണ് കൊടുത്തിട്ടുള്ളത്. So we have 1 into c. Okay, എന്നിന് 0 കൊടുത്താൽ ഇൻറ്റു എ നോട്ട് ആണ്. എ നോട്ട് എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ A1 is a into b by c. A2 കിട്ടണമെങ്കിൽ എന്നിന് 2 കൊടുത്താൽ എന്നിന് 1 കൊടുക്കണം അല്ലെ. A2 കിട്ടണമെങ്കിൽ എന്നിന് 1 കൊടുത്താൽ മതി. സോ വി ഹാവ് a plus 1 into b plus 1 divided by 2 into c plus 1 A1. ആ A1 എന്താണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ a into a plus 1 by a plus 1 into b plus 1
ഇൻറ്റു എ ഇൻറ്റു ബി ആണ് വരുന്നത്. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എഴുതാനുള്ള ഒരു ഓർത്ത് വെക്കാനുള്ള എളുപ്പത്തിന് a+1 ഇൻറ്റു b+1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു c+1 ഇൻറ്റു എ ബി ബൈ 1 ഇൻറ്റു സി എന്നാണ് എഴുതേണ്ടിയിരുന്നത്. നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി a ഇൻറ്റു a+1 b ഇൻറ്റു b+1 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു സി ഇൻറ്റു c+1. ഓക്കെ, ആ ഫോമിൽ നമ്മൾ a2 എഴുതാം. ഇതേപോലെ A3 A4 എല്ലാം തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അത് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അതുപോലെ ഏത് വേണമെങ്കിൽ നമുക്ക് എഴുതാനാകും. A3 ആണ് വേണ്ടതെങ്കിൽ a ഇൻറ്റു a+1 ഇൻറ്റു a+2 b ഇൻറ്റു b+1 ഇൻറ്റു b+2 by 3 factorial ഇൻറ്റു c ഇൻറ്റു c+1 ഇൻറ്റു c+2. So let us substitute all these in the solution. So the solution was y is equal to x raised to 0. Summation an x to the power n ആയിരുന്നു. x raised to 0 1 ആണ്, m 0 ആയിരുന്നു ഈ കേസിൽ. So the solution is 1 plus a0 1 ആക്കി നമ്മൾ എടുത്തു പ്ലസ് a1 into x പ്ലസ് a2 x square പ്ലസ് a3 x cube പ്ലസ് എക്സെട്ര. ഇതിനെ ഒന്ന് ജനറലൈസ് എഴുതിയതാണ് ഇത്. ഈ സൊല്യൂഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. What is the solution of the hypergeometric equation? What is the solution? 1 plus summation formula മാറ്റി എഴുതിയാൽ സിഗ്മ n equal to 1 to infinity a into a+1 into a+2 into etc. ഏത് ടേം വരെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും? ഇവിടെ ശ്രദ്ധിക്കാം, എക്സ് സ്ക്വയർ ആവുന്ന സമയത്ത് നമ്മളിവിടെ a into a+1 b a into a+1 b into b+1 അത് വരെ ചെയ്തിട്ടുള്ളൂ. എക്സ് ക്യൂബ് ആവുന്ന സമയത്ത് b into b+1 into b+2 വരെ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എക്സ് റേസ് ടു എൻ ആവുന്ന സമയത്ത് എക്സ് റേസ് ടു എന്നിന്റെ കൊയിഫിഷ്യന്റ് ആണ് നമ്മൾ എഴുതുന്നത്. എക്സ് റേസ് ടു എൻ ആവുന്ന സമയത്ത് ബി ഇൻറ്റു b+1 ഇൻറ്റു b+2 ഇൻറ്റു എക്സെട്ര b+n-1 വരെ ചെയ്യണം. ഇവിടെ 3 ആവുമ്പോൾ 2 ആണ്, 2 ആവുമ്പോൾ 1 ആണ്. സോ n ആവുന്ന സമയത്ത് n-1 വരെ നമ്മൾ ചെയ്യണം. ഓക്കെ, സോ ദ ഫോർമുല ഇസ് ദിസ് a ഇൻറ്റു a+1 ഇൻറ്റു എക്സെട്ര a+n-1 into b into b+1 into etc. b+n-1 divided by n factorial into c into c+1 into etc. c+n-1. And this is known as the hypergeometric series. ഈ കാണുന്ന ഹൈപ്പർജോമെട്രിക് ഇക്വേഷന്റെ സൊല്യൂഷന്, ഈ കാണുന്ന ഒരു സൊല്യൂഷൻ ഒരു സീരീസ് ആണ്. ഈ സീരീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പർജോമെട്രിക് സീരീസ്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സിംബൽ എഫ് ഓഫ് എ ബി സി എക്സ്. സോ ഈ കാണുന്ന സൊല്യൂഷൻ, ഈ മൊത്തം എഴുതിയ എക്സ്പ്രഷന് നമ്മൾ ചുരുക്കത്തിൽ എഴുതുന്ന എക്സ്പ്രഷൻ ആണ് ഇത്, എഫ് ഓഫ് എ ബി സി എക്സ് എന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ്. ഇറ്റ് ജനറലൈസസ് ദ ഫെമിലിയർ ജോമെട്രിക് സീരീസ്. ജോമെട്രിക് സീരീസിൽ നമുക്ക് എങ്ങനെയാ സീരീസ് വരുന്നത്? 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന ജോമെട്രിക് സീരീസ് കൺസിഡർ ചെയ്യാം. ശരിക്കും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് എക്സ് റേസ് ടു -1ന്റെ എക്സ്പാൻഷൻ ആണ് നമ്മൾ പറഞ്ഞു. ആ സീരീസിനെ നിങ്ങൾക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? ഈ കാണുന്ന എക്സ്പ്രഷൻ പ്രകാരം എങ്ങനെ എഴുതാം? എഫ് ഓഫ് 1 ബി ബി എക്സ് എന്ന് എഴുതാം. എങ്ങനെ അങ്ങനെ എഴുതാൻ പറ്റിയത്? ഈ കാണുന്ന എക്സ്പ്രഷനിൽ ആലോചിച്ച് നോക്കുക. എക്ക് പകരം ബി തന്നെ കൊടുക്കുക, സിക്ക് പകരം എയും, ഇവിടെ സി വരുന്നില്ലേ, ബിയും സിയും വരുന്നുണ്ടല്ലോ. അതില് എ ഈക്വൽ ടു 1, എക്ക് 1 കൊടുത്തു, സി ഈക്വൽ ടു ബി, എയും സിയും ഈക്വൽ ആയിട്ടും കൊടുത്തു എന്ന് വിചാരിക്കാം. So we will get this expansion. Expansion എഴുതി നോക്കാം. അത് f of 1, b b x നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഫസ്റ്റ് എക്സ്പ്രഷൻ is 1 plus. Now we have, നമുക്ക് എഴുതേണ്ടിയിരുന്നത് a b by 1 factorial into c എന്നായിരുന്നു. എക്ക് 1 ആണ് കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞു. സോ 1 into b divided by 1 factorial into c എന്ന് പറയുന്നത് b തന്നെയാണെന്ന് പറഞ്ഞു. സോ ഇറ്റ് is b itself into x. അപ്പൊ ആക്ച്വലി നമുക്ക് എന്ത് കിട്ടി? ബി ബി ക്യാൻസൽ ചെയ്ത് എക്സ് എന്ന് പറഞ്ഞ ടേം കിട്ടി. ഒരു ടേം കൂടെ എഴുതി വെക്കാം. പ്ലസ് എ ഇൻറ്റു a+1 ആണ്, അതായത് 1 ഇൻറ്റു 1 + 1 is 2. ഓക്കെ, ഇൻറ്റു ബി ഇൻറ്റു b+1 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു സി ഇൻറ്റു c+1 എന്ന് പറയുന്നത് c ഈക്വൽ ടു ബി ആയതുകൊണ്ട് b ഇൻറ്റു b+1 എന്ന് വരും. എല്ലായ്പ്പോഴും ബിയും സിയും വരുന്ന ടേം നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് പോകും. ഓക്കെ, വാട്ട് ഹാപ്പൻസ്? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഫാക്ടോറിയൽ ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി രണ്ടും കൂടെ. സോ വി ഹാവ് 1 പ്ലസ് എക്സ് സ്ക്വയർ വരെ ലഭിച്ചു. അതുപോലെ നിങ്ങൾ എക്സ് ക്യൂബ് ടേം ചെയ്ത് നോക്കുക. ഇറ്റ് വിൽ ബി എക്സ് ക്യൂബ് എന്ന് ബാക്കി വരുള്ളൂ, ബാക്കി ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, സോ ഈ കാണുന്ന ജോമെട്രിക് സീരീസ്, എക്സ് കോമൺ റേഷ്യോ ആയിട്ടുള്ള ജോമെട്രിക് സീരീസിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? എഫ് ഓഫ് 1 ബി ബി എക്സ് എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. ഈ ബി എന്ന് പറയുന്നത് ഏത് റിയൽ നമ്പർ ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, റിയൽ നമ്പർ അല്ല, ഏതൊരു
ഇൻഡിജർ ആയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ എഫ് ഓഫ് എ ബി സി എക്സ് എന്നത് ഈ കാണുന്ന എക്സ്പാൻഷന്റെ ചുരുക്കത്തിൽ എഴുതുന്ന ഒരു സിമ്പൽ ആണ്. ദിസ് ഇസ് എ സിമ്പൽ. ഹൈപ്പർ ജോമെട്രിക് സീരീസിനെ സൂചിപ്പിക്കുന്ന സിമ്പൽ ആണ് ഇത്. അപ്പൊ നമ്മളെ ജോമെട്രിക് സീരീസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഹൈപ്പർ ജോമെട്രിക് സീരീസ് ആണ്. കാരണം എല്ലാ ജോമെട്രിക് സീരീസ് എന്നല്ല പറഞ്ഞത്, ഈ കാണുന്ന ജോമെട്രിക് സീരീസ്. ഈ ജോമെട്രിക് സീരീസിനെ നമുക്ക് ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്, ഹൈപ്പർ ജോമെട്രിക് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇനി നമ്മൾ കണ്ടുപിടിച്ച സീരീസിന്റെ കൺവേർജൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. സോ ഹിയർ വി ഹാവ് ടു കൺസിഡർ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാണ്. എങ്ങനെയാണ് നമ്മൾ റേഷ്യോ ടെസ്റ്റ് എടുക്കാറുള്ളത്? വി ഹാവ് n+1 ടേം ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് ദ nth ടേം. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു x⁻n+1 ന്റെ കോയിഫിഷ്യന്റ് ആയിട്ട് എന്ത് വരുന്നു എന്നുള്ളത് നോക്കാം. സോ ഈ കാണുന്ന സീരീസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം x⁻n കോയിഫിഷ്യന്റ് ആണെങ്കിൽ നമ്മൾ ഈ കാണുന്ന സീരീസ് എക്സ്പാൻഷൻ ഈ കാണുന്ന ഇത്രയും ഭാഗമാണ് എഴുതേണ്ടി വരിക. നമുക്ക് വേണ്ടത് x⁻n+1 കോയിഫിഷ്യന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന മൊത്തം എക്സ്പ്രഷനിൽ n പകരം n+1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി കൺസിഡർ മോഡുലസ് ഓഫ് an+1 x⁻n+1 divided by an x⁻n. Okay, so this is equal to modulus of what was the coefficient of x⁻n+1? a into a+1 into etc. a plus n-1, sorry, x⁻n+1 ന്റെ coefficient ആവുമ്പോൾ n നെ n+1 ആയിട്ട് റീപ്ലേസ് ചെയ്യണം. So we have a plus n into b into b+1 into etc. b plus n divided by n factorial into c into c+1 into etc. c plus n. ഇതാണ് x⁻n+1 ന്റെ ടേം വരുന്നത്. The whole divided by. താഴെ നമുക്ക് എഴുതുന്നത് again a into a+1 into etc. a plus n-1. Okay, b into b+1 into etc. b plus n-1. The whole divided by മുകളിൽ ഒരു കാര്യം തെറ്റിയില്ല, n factorial അല്ലല്ലോ വരാ. Here we have n+1 factorial. Sorry, x⁻n ന്റെ ടേം ആണെങ്കിലാണ് n factorial. n factorial into c into c+1 into etc. c plus n-1. Okay, x⁻n. ഇങ്ങനെയാണ് നമുക്ക് കോയിഫിഷ്യൻസ് അല്ലെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് ടേംസിന്റെ റേഷ്യോ വരുന്നത്. സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം a into a+1 into etc. a plus n-1 വരെയുള്ള ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്തു പോകും. വാട്ട് റിമെയിൻസ് ഇസ് a plus n. മുകളിൽ a plus n മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ദെൻ ഹിയർ b plus n കൂടി ഉണ്ടാവും. താഴെ നോക്കിയാൽ n+1 ഫാക്ടോറിയലും n ഫാക്ടോറിയലും ഉണ്ട്. അതിൽ n+1 എന്ന ടേം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇവിടെ അതേമാതിരി എല്ലാം കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി എല്ലാം കൂടെ ബാക്കി എന്ത് ഉണ്ടാവുള്ളൂ? ഹിയർ ഇറ്റ് ഈസ് എ ടേം a plus n. ആ ടേം ആണ് ഇവിടെ ചെയ്തത് a plus n. Now here we have b plus n divided by n+1 factorial by n factorial ചെയ്താൽ ഒരു n+1 എന്ന ടേം ബാക്കി ഉണ്ടാവും. And here we have c plus n. Here it is. Okay, into mod x. Modulus of a plus n into b plus n divided by n+1 into c plus n. Limit n tends to infinity കാണുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുക ലിമിറ്റ് 1/n tends to 0. മൊത്തം ടേംസിനെ നമ്മൾ എല്ലാ ഫാക്ടേഴ്സിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ വി ഹാവ് a/n plus 1 into b/n plus 1 whole divided by 1 plus 1/n. ഈ മെത്തേഡ് അറിയാവുന്നതാണല്ലോ, ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി കാണാൻ വേണ്ടിയുള്ള മെത്തേഡ്. c/n plus 1. Okay, into mod x എന്ന് വരും. So as n tends to infinity, what happens? a/n, b/n, 1/n, c/n ഇതൊക്കെ 0ലേക്ക് ടെൻഡ് ചെയ്യും. ബാക്കി 1 മാത്രമേ ഉള്ളൂ. So this is equal to mod x. Or we may say this expression converges to mod x as n tends to infinity. So here we have as n tends to infinity. അതവിടെ എഴുതി ചേർക്കണം. So when c is not 0 or a negative integer, f of abcx is an analytic function called the hypergeometric function on the interval mod x less than 1. Ratio test പ്രകാരം this one converges if radius of convergence less than 1. So mod x ആണ് നമുക്ക് കൺവേർജൻസ് ലഭിച്ചിരിക്കുന്നത്. So mod x less than 1 ആണെങ്കിൽ മാത്രമേ നമ്മുടെ സീരീസ് കൺവേർജ് ചെയ്യുള്ളൂ. ഓക്കെ, x equal to 0 എന്ന റെഗുലർ സിംഗുലർ പോയിന്റിലുള്ള ഒരു സൊല്യൂഷൻ അത് മാത്രമേ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ.
ഇനി എക്സ് ഈക്വൽ സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എം ഈക്വൽ ടു 0 ആവുന്ന സൊല്യൂഷൻ ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി എം ഈക്വൽ ടു 1 മൈനസ് സി ആവുന്ന സൊല്യൂഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. അതും കഴിഞ്ഞിട്ട് വേണം അടുത്ത റെഗുലർ സിംഗുലർ പോയിന്റിനെ നമ്മൾ കൺസിഡർ ചെയ്യാൻ. ഓക്കെ, അത്രയും പ്രോസസ്സ് ചെയ്യാനുണ്ട്.